നിർണായക വാർത്തയാണ് തുടക്കത്തിൽ തന്നെ പങ്കുവയ്ക്കാനുള്ളത്. ഇൻഡിഗോയ്ക്ക് 22.20 കോടി രൂപ പിഴ ചുമത്തി DGCA. ഡിസംബർ മാസത്തിലെ വിമാന തടസ്സത്തിനാണ് DGCA ഈ പിഴ ചുമത്തിയിരിക്കുന്നത്. 68 ദിവസം ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് 20.4 കോടി, ഒറ്റത്തവണ പിഴ 1.8 കോടി എന്നിങ്ങനെയാണ് 22.20 കോടി പിഴ ചുമത്തിയിരിക്കുന്നത്. പി ബസന്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ബസന്ത്, ഇൻഡിഗോ ഇങ്ങനെ കൂട്ടത്തോടെ വിമാനങ്ങൾ റദ്ദാക്കിയപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു, വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിനു പിന്നാലെ നഷ്ടപരിഹാരമൊക്കെ നൽകിയ ഒരു ഒത്തുതീർപ്പിനെ ശ്രമിച്ചിരുന്നു. പക്ഷേ DGCയുടെ ഭാഗത്തു നിന്ന് കടുത്ത നടപടി പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ വലിയ ഒരു തുക പിഴ ചുമത്തിയിരിക്കുകയാണ്. എന്തൊക്കെ വീഴ്ചകളാണ് ഇൻഡിഗോയ്ക്കെതിരെ കണ്ടെത്തിയിരിക്കുന്നത്? ഈ പിഴയ്ക്ക് ശേഷം ഇൻഡിഗോയുടെ പ്രതികരണം എന്തെങ്കിലും വന്നിട്ടുണ്ടോ ബസന്ത്? ഇപ്പോൾ 22.20 കോടി രൂപയാണ് ഇപ്പോൾ പിഴ ചുമത്തിയിരിക്കുന്നത്. അതായത് ഡിസംബർ 3-നും 5-നും ഇടയിൽ വിമാന സർവീസുകൾ വലിയ തോതിൽ റദ്ദാക്കിയ ഒരു സാഹചര്യം, അത് അന്വേഷിക്കാൻ DGCA ഒരു 4-അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 22.20 കോടി രൂപ പിഴ ചുമത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. 68 ദിവസം ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് 30 ലക്ഷം രൂപ വീതമാണ് 20.4 കോടി രൂപ പിഴയിട്ടിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഒറ്റത്തവണ പിഴയായി 1.8 കോടിയും ഇൻഡിഗോ അടയ്ക്കണം. ഇങ്ങനെയാണ് 22.20 കോടി രൂപ പിഴ ഉള്ളത്. ഇനി പരിഷ്കരണങ്ങൾ, അതായത് സർവീസിന്റെ സിസ്റ്റങ്ങളുടെ അപ്ഗ്രഡേഷൻ, ഡോസ് ഡ്യൂട്ടി, ഇവയെല്ലാം തന്നെ വിവിധ വിഭാഗങ്ങളുടെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി 50 കോടി രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ഓപ്പറേഷൻസ് സീനിയർ വൈസ് പ്രസിഡന്റ് എന്നിവർക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻസ് വൈസ് പ്രസിഡന്റിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്ന മുറയ്ക്ക് മാത്രമേ ഈ 50 കോടി രൂപ തിരികെ നൽകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. നേതൃത്വം, ഭരണനിർവഹണം എന്നിവയിൽ 3 മാസത്തിനുള്ളിൽ പുരോഗതി ഉണ്ടെങ്കിൽ 10 കോടി നൽകും. മാൻ പവർ പ്ലാനിംഗ്, ഡ്യൂട്ടി നൽകൽ എന്നിവ 6 മാസത്തിനകം ക്രമീകരിച്ചാൽ 15 കോടി രൂപ മടക്കി നൽകും. ഡിജിറ്റൽ സിസ്റ്റം ആധുനികവൽക്കരിച്ചാൽ 9 മാസത്തിനകം 15 കോടി നൽകും. ബോർഡ് തലത്തിലെ പ്രവർത്തനങ്ങൾ 15 മാസത്തോളം എടുത്ത് ക്രമത്തിലാക്കിയാൽ 10 കോടി രൂപ മടക്കി നൽകും. തുടങ്ങിയവയാണ് ഇപ്പോൾ DGCA റിപ്പോർട്ടിൽ പറയുന്നത്. ഡിസംബർ 3-നും 5-നും ഇടയിൽ ഏകദേശം 2507 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. 1852 എണ്ണം വൈകുകയും ചെയ്തു. വലിയ തോതിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഈ സംഭവത്തിന്റെ ഭാഗമായിട്ട് യാത്രക്കാർക്ക് പണം മടക്കി നൽകാനും ടിക്കറ്റിന്റെ തുക മടക്കി നൽകാനുമൊക്കെ ഇൻഡിഗോ തീരുമാനിച്ചിട്ടുമുണ്ട്. ഇതിനെ റിപ്പോർട്ടിൽ അനുമോദിച്ച് സംസാരിക്കുന്നുണ്ട് എങ്കിലും ഇത്തരത്തിലൊരു വലിയ വീഴ്ച അത് ഇനി ആവർത്തിച്ചാൽ കർശനമായ നടപടി ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ DGCA നൽകുന്നത്. ഓക്കെ ബസന്ത്, എന്തായാലും ഒരുപാട് ന്യായങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ നിരത്തിയിരുന്നു ഇൻഡിഗോ ഇത്തരത്തിൽ കൂട്ടമായി വിമാന സർവീസ് റദ്ദാക്കിയതിന് പിന്നാലെ. പക്ഷെ അതൊന്നും വിലപ്പോയില്ല. ഇപ്പോൾ DGCA കൃത്യമായി ഇൻഡിഗോ ചെയ്ത വീഴ്ചകൾ ഒന്നൊന്നായി നിരത്തി ഇപ്പോൾ 22.20 കോടി രൂപയുടെ പിഴ ചുമത്തിയിരിക്കുകയാണ്.